LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യ കേസുകൾ ഒന്നൊന്നായി കുത്തിപ്പൊക്കുന്നുണ്ട് UDF സർക്കാർ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നുണ്ട്. DGPക്ക് റിപ്പോർട്ട് കൈമാറി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ഊഴം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമുണ്ടാക്കിയവരെ പൊക്കുകയാണ്. അതിനുള്ള നടപടികൾ പൂർത്തിയാക്കുവാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ ആദ്യപടിയായി ഈ അന്വേഷണ സംഘം കേസിലുൾപ്പെട്ട സഖാക്കന്മാരെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. പുനരന്വേഷണത്തിന്റെ ഭാഗമായി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക സംഘം നോട്ടീസ് നൽകുകയായിരുന്നു. CPIM അനുകൂല സൈബർ ഗ്രൂപ്പ് അഡ്മിന്മാർക്കാണ് നോട്ടീസ് നൽകിയത്. പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ പിടിച്ചകത്തിടുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ചേർന്ന SITയുടെ ആദ്യ യോഗത്തിൽ തന്നെ നിർണായകമായ നീക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇടത് സൈബർ ഗ്രൂപ്പ് അഡ്മിന്മാർക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയത്. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ, റെഡ് ബറ്റാലിയൻ, റെഡ് എൻകൗണ്ടർ എന്നീ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവർ 3 ദിവസത്തിനകം SITയുടെ മുന്നിലെത്തി മൊഴി നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തിരുവള്ളൂരിലെ MSF നേതാവ് PK മുഹമ്മദ് കാസിമിന്റെ വാട്സപ്പ് സന്ദേശമെന്ന പേരിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. LDF സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിക്കുന്ന പരാമർശമാണ് ഇതിലുണ്ടായിരുന്നത്. ഈ സന്ദേശം പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപിച്ചു. ഇത് വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ടാണെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് കാസിമും MSFും അടക്കമുള്ളവർ പരാതി നൽകുകയായിരുന്നു. CPIM ആണ് ഇതിന് പിന്നിലെന്നായിരുന്നു ലീഗിന്റെ ആരോപണം. ഈ ആരോപണം ശരിവെക്കുകയാണ് SIT ചെയ്തിരിക്കുന്നത്. കേസിൽ UDF അധികാരത്തിലെത്തിയാൽ നടപടിയുണ്ടാകുമെന്ന് ഷാഫി പറമ്പിൽ UDF യോഗങ്ങളിൽ ആവർത്തിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ വിവാദമാണ് കാഫിർ സ്ക്രീൻഷോട്ട്. അന്ന് വടകരയിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ CPM പുറത്തെടുത്ത ആയുധമാണ് സ്ക്രീൻഷോട്ട് വിവാദം. നേരത്തെ ഈ കേസിൽ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുന്നതായി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. പാറക്കൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുനരന്വേഷിക്കാൻ ഉത്തരവിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണെങ്കിലും 2 വർഷത്തോളം നീണ്ട അന്വേഷണത്തിൽ സ്ക്രീൻഷോട്ട് സന്ദേശം ആര് സൃഷ്ടിച്ചുവെന്ന് കണ്ടെത്താനായിട്ടില്ല. അല്ലെങ്കിൽ കണ്ടെത്താൻ പോലീസ് മെനക്കെട്ടിരുന്നില്ല. കാരണം അതിൽ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത് CPM നേതാക്കളായിരുന്നു എന്നതാണ് കാരണം. പിണറായി വിജയന്റെ പോലീസ് CPMനെതിരെ അന്വേഷണം നടത്തിയാൽ എന്താകുമെന്ന് എല്ലാവർക്കും അറിയാം. പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചു. തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് കേസ് അട്ടിമറിച്ചു. ഈ കേസാണിപ്പോൾ പുനരന്വേഷണത്തിനായി ഒരുങ്ങുന്നത്. ഫോറൻസിക് റിപ്പോർട്ട് ഈ കേസിൽ ഇപ്പോഴും കാണാമറയത്ത് തുടരുകയാണ്. അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ പൊടി പിടിച്ച് കിടക്കുകയാണെന്നും പറയേണ്ടി വരും. ആ ഫയൽ ഇപ്പോൾ അവിടെ നിന്ന് പൊക്കുന്നുണ്ട് കേരള പോലീസ്. CPM ആണ് സ്ക്രീൻഷോട്ടിന് പിന്നിലെന്നാണ് UDF നേതാക്കൾ ആരോപിക്കുന്നത്. പ്രതികളിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നില്ല അന്വേഷണമെന്നും UDF നേതാക്കൾ പറയുന്നുണ്ട്. പിന്നാലെയാണ് കേസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് വിട്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്നതാണ് വിവാദത്തിന് തുടക്കം. തുടർന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരാതിയിൽ MSF നേതാവ് മുഹമ്മദ് കാസിമിന്റെ പേരിൽ കേസെടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ പങ്ക് തെളിയിക്കപ്പെട്ടില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി. പക്ഷേ കാസിമിന്റെ ഫോൺ ഇതുവരെ പോലീസ് തിരിച്ചു കൊടുത്തിട്ടില്ല. കേസ് നിലനിൽക്കുന്നതിനാൽ പാസ്പോർട്ട് പുതുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇതിലെ പ്രതിയെന്ന് ആരോപിക്കുന്നവർ. ഇടത് സൈബർ പോരാളികളായ പോരാളി ഷാജി അഡ്മിൻ വഹാബ്, അമ്പാടിമുക്ക് സഖാക്കൾ പേജിന്റെ അഡ്മിൻ മനീഷ്, റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത DYFI നേതാവ് റിബേഷ് എന്നിവർ സന്ദേശം പ്രചരിപ്പിച്ചുവെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. കേസിൽ പ്രതിപ്പട്ടികയിൽ ചേർക്കുകയാണെങ്കിൽ ഈ സൈബർ പോരാളികളും അഴിയെണ്ണുമെന്ന് ഉറപ്പാണ്.